SSFന്റെ ഇക്കോസിസ്റ്റത്തിലേക്ക് സ്വാഗതം. ഈ ഒരു സ്ക്രീൻ ഒരുപക്ഷെ പല ആളുകളും ഫിസിക്കൽ ട്രെയിനിങ്ങിന്റെ സമയത്ത് കണ്ട ഒരു സ്ക്രീൻ തന്നെ ആയിരിക്കും. ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നത് SSFന്റെ ഇക്കോളജിക്കൽ സിസ്റ്റം അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. നമുക്ക് ആദ്യം കിട്ടിയ ഈ ഒരു പ്രോഗ്രാം നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇതൊരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. ഇത് ഒരു സീറോ നോളജ് പ്രൂഫാണ്. ആകെ കേട്ട വരികൾ അത്രയും കാര്യങ്ങൾ മാത്രമാണ്. സീറോ നോളജ് പ്രൂഫും അതുപോലെ തന്നെ ഇതൊരു ലെൻഡിങ് പ്രോഗ്രാമാണ്. നമുക്ക് ഒരു ക്രിപ്റ്റോ പ്രോട്ടോകോൾ ഉണ്ട് ഇതിനകത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചില ലീഡർമാർ എടുക്കുന്ന ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ള മഹാഭൂരിപക്ഷം ആളുകളും ഈ ഒരു പ്രോഗ്രാമിനകത്തേക്ക് കടന്നു വന്നത്. ഈ ഒരു പ്രോഗ്രാമിനകത്തേക്ക് കടന്നു വരുമ്പോൾ ഒരു ലീഡർമാർ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതിനകത്ത് പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 100 USDT നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ 100 USDT എന്ന് പറയുന്നത് 3 മാസക്കാലം കൊണ്ട് ഡെയിലി 1 USDT എന്ന നിലയിൽ കിട്ടും. അത് കിട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളതും സത്യമാണ്. അതുകൊണ്ട് ആ ലീഡർമാരെ പൂർണ്ണമായും നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല. അവർ പറഞ്ഞു, അവർ ഒരു കാൽക്കുലേഷൻ നടത്തി. ആ കാൽക്കുലേഷൻ നടത്തി നോക്കുമ്പോൾ 30 ദിവസം കൊണ്ട് നമുക്ക് 30 USDT കിട്ടും. അത് ഒരു 65 ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ അതിന്റെ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റും കൂടെ ചേർന്നുകൊണ്ട് നമ്മൾ 100 USDT ഇട്ടാൽ നമ്മൾ 65 ദിവസം 70 ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ നമ്മുടെ 100 USDT എന്നത് നേരെ ഡബിൾ ആയിട്ടുണ്ടാവും. അപ്പൊ 100 USDT ഇട്ടുകൊണ്ട് മിനിമം ഈ ഒരു പ്രോഗ്രാം ചെയ്യാം എന്ന ഒരു കാൽക്കുലേഷനിലായിരുന്നു ഞാനൊക്കെ. ഇതിനകത്തേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അങ്ങനെയാണ്. ഡെയിലി 1 USDT വീതം കിട്ടി. അപ്പോ അതിന്റെ ഭാഗമായി പലരും വലിയ കാൽക്കുലേഷനിലേക്കും വലിയ മോഹങ്ങളിലേക്കും സാമ്പത്തികമായ അവരവരുടെ ബാധ്യതകൾ, ലോണുകൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ ആവശ്യം, വിവാഹ ആവശ്യം, വീട് വെക്കല് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള അവരുടെ സങ്കല്പങ്ങൾ പൂവണിയും എന്ന ഒരവസ്ഥയിൽ എത്തിയത് കൊണ്ടാണ് അവരൊക്കെ തന്നെ 10,000 രൂപ നിക്ഷേപിക്കുന്നതിന് പകരം അവര് 1 ലക്ഷവും 5 ലക്ഷവും 50 ലക്ഷവും 1 കോടിയും ഒക്കെ നിക്ഷേപിക്കുന്ന ആളുകളുടെ എണ്ണം ലോകത്ത് പെരുകി വന്നു. വലിയ രീതിയിലുള്ള നിക്ഷേപം തന്നെ ഈ ഒരു പ്രോഗ്രാമിനകത്തേക്ക് ഉണ്ടാവുകയും ചെയ്തു. ഒരുപാട് ആളുകൾ അതിൽ നിന്ന് കാശ് ഡെയിലി, ഞാൻ എല്ലാ മീറ്റിങ്ങുകളിലും അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലും ഒക്കെ തന്നെ പറഞ്ഞത്, ഡെയിലി വിഡ്രോ ചെയ്ത് വാലറ്റിനകത്തേക്ക് ആക്കണം, അത് വാലറ്റിനകത്തേക്ക് കൊണ്ടുവരണം എന്ന് തന്നെ ആയിരുന്നു ഞാൻ എല്ലാ മീറ്റിങ്ങുകൾക്കകത്തും പറഞ്ഞത്. അന്നും ഇന്നും നാളെയും പറയുന്നത് അത് തന്നെ ആയിരിക്കും. എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും കൂടെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും കൂടി ഉണ്ടായിരുന്നു. ഫിസിക്കൽ പ്രോഗ്രാമിനകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകം എന്ന് പറയുന്നത്, അരി മേടിക്കാൻ വേണ്ടി വെച്ച കാശെടുത്തുകൊണ്ട് ഇതിനകത്തേക്ക് കുടുംബത്തിന്റെ ചെലവ് കഴിയേണ്ട കാശെടുത്തുകൊണ്ട് ഇത്തരം ഒരു പ്രൊജക്റ്റിലേക്ക് നിക്ഷേപിക്കരുത്. അതുപോലെ തന്നെ ബ്ലേഡിൽ നിന്ന് വാങ്ങി ആരും നിക്ഷേപിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ആശുപത്രി ചെലവിന് വെച്ച കാശെടുത്ത് നിക്ഷേപിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ മീറ്റിങ്ങുകളിലും വളരെ ശക്തമായി പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കാശ് മൈനിങ്ങിലേക്ക് പോയി, അല്ല ഡെയിലി വിഡ്രോ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഡെയിലി വിഡ്രോ ചെയ്തവർക്ക് ആ നേട്ടം അതിന്റെ ആ 1 മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് കിട്ടി അവരുടെ മുതൽ തിരിച്ചു എടുത്തിട്ടുണ്ടാവും. കഴിച്ച് ബാക്കിയുള്ളവരുടെ ബാക്കി അതിനകത്തുള്ള സംഖ്യ എന്ന് പറയുന്നത് മൈനിങ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എല്ലാ മീറ്റിങ്ങുകളിലും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോഴും പറയുന്നത്, ഇത് ഒരു ക്രിപ്റ്റോ പ്രൊജക്റ്റ് ആണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സ്റ്റൈലിൽ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ല. ഇതിൽ റെഫറൽ കമ്മീഷൻ കിട്ടും. റെഫറൽ കമ്മീഷൻ കൊടുക്കുന്നത് ഈ SSFന്റെ ഇക്കോസിസ്റ്റം മാത്രമൊന്നുമല്ല. ബിനാൻസിൽ ട്രേഡിംഗ് നടക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് ആർക്കെങ്കിലും ലിങ്ക് അയച്ചു കൊടുത്താൽ ബിനാൻസ് അവർ ട്രേഡ് ചെയ്യുന്നതിന്റെ നിശ്ചിത പെർസെൻറ്റേജ് നിങ്ങൾക്ക് റെഫറൽ കമ്മീഷൻ കിട്ടും. അതുപോലെ ഇതിനകത്ത് റെഫറൽ പ്രോഗ്രാമുകളും നിരവധി പ്രോഗ്രാമുകളുള്ള ഒന്നാണ് ഇക്കോസിസ്റ്റം. അതിൽ ഈ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഈ SSF എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിന്റെ ഭാഗമായാണ് നമ്മൾ ഈ ഒരു ഇക്കോസിസ്റ്റം വന്നിട്ടുള്ളത്. അപ്പം ഈ ഇക്കോസിസ്റ്റത്തിന് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക്
വിശദീകരിച്ചു തരുന്നതിന് മുമ്പ് മൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ് എന്നതും അതിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്കും ചെറിയ രീതിയിലേക്ക് പോകാം. മൈനിങ് എന്ന് പറയുന്നത് ഖനനം, നമ്മുടെ മലയാളം പറഞ്ഞാൽ ഖനനം പ്രക്രിയ നമ്മൾ നടന്ന സ്വർണം ഖനനം ചെയ്യുന്നുണ്ട്, ഇരുമ്പ് ഖനനം ചെയ്യുന്നുണ്ട്, അങ്ങനെ പലതും ഖനനം ചെയ്യുന്നുണ്ട്. ഖനിത്തൊഴിലാളികൾ എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെയുണ്ട് ഖനനം ചെയ്യുന്നവര്. ഇവിടെ ഖനനം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മേഖലയിൽ നമുക്ക് കാണാൻ കഴിയാത്ത കോയിൻ, അതായത് ക്രിപ്റ്റോ കറൻസി കാണാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല. നമ്മുടെ ഒരു നോട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും, ഗാന്ധിത്തലയുടെ നോട്ട് അല്ലെ ഡോളർ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, അത് കറൻസിയാണ്. അപ്പം അങ്ങനെയല്ല, ഇതിന്റെ ഒരു മൂല്യത്തെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതിന് കുറെ ഇക്വേഷൻസും കണക്കുകളും ഒക്കെ തന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു വെർച്വൽ മേഖലയിൽ നടക്കുന്ന ഒരു ഖനനമാണ് ഇതിനകത്ത് നടക്കുക. അത് പ്രധാനമായും വലിയ രീതിയിലുള്ള ബ്ലോക്ക് ചെയിനുകൾക്കകത്തും വലിയ പ്രോജക്റ്റുകളുള്ള ബ്ലോക്ക് ചെയിനകത്തുമാണ് നടക്കുക. അത് BTC-ക്കകത്ത് മൈനിങ് നടക്കുന്നുണ്ട്. BTC-ക്കകത്ത് ഇനിയും 9% മൈനിങ് നടന്ന് തീരാനുണ്ട്. അത് 2045 ആകുമ്പോഴേക്ക് തീരൂലൂ. അതുപോലെ തന്നെ മൈനിങ്ങിനകത്ത് നിന്ന് വരുന്ന വരുമാനം എന്ന് പറയുന്നത് ഇവിടെ അന്ന് BTC-ക്ക് 70 രൂപ വിലയുള്ള സമയത്ത് മൈനിങ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ആ 70 രൂപ വിലയുള്ള സമയത്ത് മൈനിങ് തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ മൈനിങ്ങിൽ ഇടപെട്ടവർക്ക് കിട്ടിയത് ഈ ഓരോ BTC കിട്ടിയിട്ടുണ്ടാവും. ആ BTC കിട്ടിയവരുടെ കയ്യിൽ BTC ഉണ്ടാവും. അവര് ഒരുപക്ഷെ 10,000 രൂപ വിലയുള്ള സമയത്ത് അത് കൊടുത്തിട്ടുണ്ടാവാം ചില ആളുകൾ. ആ കൊടുത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രയായിരിക്കും ലാഭം കിട്ടിയിട്ടുണ്ടാവാം? 70 രൂപ സമയത്ത് വാങ്ങി വെച്ച ആർക്കും അത് കിട്ടിയ ആളുകളും ഒക്കെ കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് ചിലപ്പോൾ 9,930 രൂപക്കായിരിക്കും. 30 രൂപ ലാഭത്തിന് അവർ കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ ചില ആളുകൾ കൊടുത്തത് 10 ലക്ഷത്തിനാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 70 രൂപ മുടക്കിയത് വാങ്ങിയ അവരെ സംബന്ധിച്ചിടത്തോളവും ഇത് മൈൻ ചെയ്ത് കിട്ടിയ മൈനിങ്ങിൽ നിന്ന് വന്ന റിവാർഡ് എന്ന നിലയിൽ കിട്ടിയവരും അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്നേരം അതിന്റെ വില 10 ലക്ഷം രൂപ വിലയുള്ള സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവർക്ക് കിട്ടിയിട്ടുള്ള ലാഭം? അവർക്ക് 9,99,930 രൂപ ലാഭം കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ ഇപ്പോൾ 52 ലക്ഷം രൂപയിലേക്ക് വില വന്നപ്പോൾ കൊടുത്തവരും ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഈ ഒരു അത് എത്രയകത്ത് നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സൊളാനക്കകത്ത് നടന്നിട്ടുണ്ട്, തുടങ്ങിയിട്ടുള്ള BNB-ക്കകത്ത് നടന്നിട്ടുണ്ട്, തുടങ്ങിയ ഇതിനകത്തൊക്കെ തന്നെ ഒരു മെയിൻ അവരുടെ ബ്ലോക്ക് ചെയിനിന്റെ ഒരു കോയിൻ എന്ന് പറയുന്നത് മൈനിങ് പ്രക്രിയയിലൂടെ പൂർത്തീകരിക്കുന്ന വരുന്നതാണ്. അത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം ആ അകത്തേക്കാണ് ഇവിടെ വിഡ്രോ ചെയ്യാത്തവരതും വിഡ്രോ ചെയ്തവരതുമായ ഈ കാശ് പോയിട്ടുള്ളത്. അവർക്ക് മൈനിങ്ങിൽ നിന്ന് ഇപ്പോഴും ഇൻകം വന്നുകൊണ്ടേയിരിക്കുന്നുമുണ്ട്. അങ്ങനെ മൈനിങ്ങിൽ നിന്ന് ഇൻകം വന്നുകൊണ്ടേയിരിക്കുന്നു. അതൊരു പ്രോസസ്സാണ്, വേറെ തന്നെ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ നിന്ന് ഉള്ള വരുമാനം ഇപ്പോഴും അതിനകത്ത് ഇടപെട്ടവർക്ക് വരുന്നുണ്ട്. അത് 3, 4, 5, 6 ഇരട്ടിയായി ബിറ്റ്കോയിൻ എങ്ങനെ മാറിയോ അങ്ങനെ മാറാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയിലേക്ക് ഏകദേശം 70-80% ഇക്കോസിസ്റ്റം എത്തി നിൽക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ആ നിക്ഷേപത്തിന് പങ്കുവഹിച്ച ആളുകളൊക്കെ തന്നെ വലിയ കാശ് മൈനിങ് ഇൻകം എന്ന നിലയിൽ ലഭ്യമായി കൊണ്ടിരിക്കുന്നവർക്കൊക്കെ വലിയ കാശ് ഭാവിയിൽ നേടിയെടുക്കാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള ഒരവസ്ഥ. ഈ ഒരു പ്രൊജക്ടിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ട് അതിൽ നിന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിന് ഈ ബേണിംഗ് പ്രോസസ് ഒക്കെ നടക്കുന്നതോടുകൂടി വലിയ രീതിയിൽ ഈ SSF-ന്റെ വില വർദ്ധിക്കാൻ വേണ്ടി പോകുന്നു. മാത്രമല്ല അത് ഡാറ്റാബേസിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊജക്ട് എന്ന് പറയുന്നത് BTC ആണ്, ബിറ്റ്കോയിൻ ആണ്. BTC ചെയിനിലാണ് BTC ബിറ്റ്കോയിൻ പ്രവർത്തിക്കുന്നത്. അപ്പം അതിനകത്ത് ഇന്ന് $1.34 ട്രില്യൺ ആണ് അവരുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നത് ഏതാണ്? BTC ആണ്. കാരണം അവരുടെ മാർക്കറ്റ് ക്യാപ്പ് കൂടുതലാണ്, അതിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്, തുടങ്ങിയ എല്ലാ കാര്യവും ഒക്കെ കൂടുതലാണ്. പിന്നീട് വരുന്നത് എത്തേറിയം ആണ്. എത്തേറിയം ബ്ലോക്ക് ചെയിനകത്ത് ഈതർ ആണ് ഏറ്റവും കൂടുതൽ ഇന്ന് ആളുകൾ വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. അവർക്കും മാർക്കറ്റ് ക്യാപ്പ് കൂടുതലാണ്. 3-ാം സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള മത്സരവും അതിന്റെ പ്ലാനിങ്ങും അതിന്റെ ആസൂത്രണവുമാണ് ഇതിന്റെ റോഡ് മാപ്പിനകത്തും അതുപോലെ തന്നെ ഇതിന്റെ വൈറ്റ് പേപ്പറിനകത്തും അതുപോലെ തന്നെ പ്ലാനിങ്ങിലും മൊത്തം ഉള്ളത് SSF-ന്റെ. അപ്പം SSF-ന്റെ മാർക്കറ്റ് ക്യാപ്പ് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. കാരണം
SSF-നകത്ത് ഇക്കോസിസ്റ്റം എന്ന നിലയിൽ നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇക്കോസിസ്റ്റം എന്നതിൽ 8 ഇക്കോസിസ്റ്റം ഉണ്ട്. ആ 8 ഇക്കോസിസ്റ്റവും ബിനാൻസിനോ അല്ലെങ്കിൽ എത്തേറിയൻ നെറ്റ്വർക്കിനോ അല്ലെങ്കിൽ സൊളാനക്കോ അല്ലെങ്കിൽ അവലാഞ്ചേക്കോ തുടങ്ങിയ ഈ ലോകത്ത് ഫേമസ് ആയ ഒരു ബ്ലോക്ക് ചെയിൻ സിസ്റ്റത്തിനും ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് എന്താണ് ഈ ഇക്കോസിസ്റ്റം ഉണ്ടാക്കുന്ന വരുമാനം. ഒരു പ്രോജക്റ്റ് നമുക്ക് വരുമാനം തരണമെങ്കിൽ അതിനകത്ത് വരുമാനം ഉണ്ടാവണം. നമുക്ക് വരുമാനം കിട്ടണമെങ്കിൽ വരുമാനം ഉണ്ടാവണം. നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊരു 10 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ആ 10 സെന്റ് സ്ഥലം 10 വർഷത്തിന് ശേഷം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വില എന്തായിരിക്കും? വലിയ വിലയായിരിക്കും അല്ലെ? ഒരുപക്ഷെ 10,000 രൂപ കൊടുത്ത് വാങ്ങിയ 10 സെന്റ് സ്ഥലം, ഒരു സെന്റിന് 1000 രൂപ കൊടുത്ത് വാങ്ങിയ ആ സ്ഥലത്തിന്റെ വില എന്ന് പറയുന്നത് 10 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം അത് 10 ലക്ഷം രൂപയാവുന്നു എന്ന് പറഞ്ഞാൽ ആ 10 സെന്റിന്റെ അളവിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? 10 സെന്റ് എന്ന് പറയുന്നത് അതിന്റെ അളവ് വർദ്ധിച്ച് ആണോ ഈ 10 ലക്ഷം രൂപയിലേക്ക് എത്തിയത്? അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാഥമികമായി അറിയുന്ന കാര്യമാണ്. വാല്യൂ ആണ് കൂടിയത്. സ്വർണത്തിന്റെ വാല്യൂ എങ്ങനെയാണ് കൂടിയത്? അപ്പം ഓരോ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ആധുനിക മനുഷ്യൻ ഇടപെടുന്ന എല്ലാ മേഖലയിലും വർധനവുണ്ടാവുന്നു. ആ വർധനവ് 100 ഇരട്ടിയാണ് ഓഹരി വിപണിയിലെങ്കിൽ ക്രിപ്റ്റോ മേഖലയിൽ അത് 1000 മടങ്ങാണ്. ആ നിലയിൽ പോകുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഈ ക്രിപ്റ്റോ കറൻസിയുടെ മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനകത്ത് പങ്കെടുത്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നു, ആ വരുമാനത്തിന്റെ പങ്ക് നമുക്ക് എങ്ങനെയാണ് ലഭ്യമാവുക. അതിനകത്ത് ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഫിൻസ്വാപ്പ് ആണ്. രണ്ടാമത്തത് ഫിൻപേ ആണ്, ഫിൻ എക്സ്ചേഞ്ച് ആണ്, FUSD ആണ്, ഫിൻസോൾ ആണ്, ഫിൻബോക്സ് ആണ്, ഫിൻബില്ലാണ്, FinSBT ആണ്. ഇത്രയുമാണ് ഇക്കോസിസ്റ്റം. ഈ ഇക്കോസിസ്റ്റത്തിനകത്ത് FUSD എന്ന് പറയുന്ന ഒരു കോയിനെ കുറിച്ച് നമുക്കറിയാം. അതായത് അത് സ്റ്റേബിൾ കോയിൻ ആണ്. അത് USDTക്ക് തുല്യമായ വിലയാണ്. അതിന് കൊളാട്രൽ സെക്യൂരിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് FUSD എന്ന് പറയുന്നത്. FUSD ഇന്ന് ഫിൻപേ എന്ന് പറയുന്ന ഡീസെൻട്രലൈസ്ഡ് പേയ്മെന്റ് ഗേറ്റ്വേ എന്നറിയപ്പെടുന്ന ഒരു ഡെഫി പേയ്മെന്റ് ഗേറ്റ്വേ എന്നറിയപ്പെടുന്ന ഫിൻപേയിൽ ഇന്ന് വളരെ ശക്തമായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് യൂസ് ചെയ്യുന്നത് എന്നത് അറിയണമെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ വാലറ്റ് ഓപ്പൺ ചെയ്യുക. വാലറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസർ എന്ന് പറയുന്ന ഒരു ഭാഗം വരും. അതിന്റെ അടുത്ത ഭാഗത്ത് ആ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫിൻസ്വാപ്പും കാണാം, ഫിൻപേയും കാണാം, ഫിൻസോളും കാണാം, അതുപോലെ ഫിൻബോക്സും കാണാം. ഈ 4 കാര്യങ്ങൾ അവിടെ കാണാൻ വേണ്ടി കഴിയും. അതിൽ നമ്മൾ ഫിൻപേയിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 4 മേഖലകൾ, വ്യവസായ മേഖലയിലെ, സാമ്പത്തിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 മേഖലകൾ അവിടെ കാണാൻ വേണ്ടി കഴിയും. അതിലൊന്ന് ട്രേഡിംഗ് ആണ്, മറ്റൊന്ന് ബാങ്കിങ് ആണ്, മറ്റൊന്ന് സപ്ലൈ ചെയിൻ ആണ്, മറ്റൊന്ന് കമോഡിറ്റീസ് ആണ്. അതിൽ ഈ മേഖലകളിലൊക്കെ നടക്കുന്ന ബാങ്കിങ് മേഖലയെ നിങ്ങളൊന്നെടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരുപാട് ബാങ്കുകൾ ട്രാൻസാക്ഷൻ നടത്തുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയും. ട്രാൻസാക്ഷൻ നടത്തുന്നത് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പം ഫോറക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരു ബാങ്കിൽ, നമ്മൾ അമേരിക്കയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക്, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അല്ലെങ്കിൽ യൂറോപ്പിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നമ്മൾ പണം അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിലേക്ക് പോകണം, അല്ലെങ്കിൽ തോമസ് കുക്ക് പോലെയുള്ള വലിയ ഏജൻസികളിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ നിശ്ചിത സമയത്തിനുള്ളിൽ അവിടെ ഡോളറിന്റെ വില കണക്കാക്കി, ഇന്ത്യൻ മണിയുടെ വാല്യൂ കണക്കാക്കി നമ്മൾ എടുക്കുന്ന കാശ് വാങ്ങുന്നു. അതിനുള്ള വലിയ ഫീസും അവർ വാങ്ങിയിട്ടാണ് ആ കാശ് അയക്കുന്നത്. അപ്പം ബാങ്കുകൾക്ക് വലിയ ഭാരിച്ച ചെലവുള്ള ഒരു മേഖലയാണത്. ആ മേഖല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ബാങ്കിന് അവരുടെ കറൻസി മേഖലയിൽ അവര് ഫോറക്സ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഓരോ ജില്ലകൾക്കും അതിനൊരു ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടാവും. അത് ബാങ്കുകൾക്ക്, ഓരോ ബാങ്കുകൾക്കും അതിന്റെ മാനേജർക്ക് അതിന്റെ ചാർജ് ഉണ്ടാവും. അതിന് പുറമേ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊരു സോണൽ ഓഫീസ് ഉണ്ടാവും. അതിന് പുറമെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു ഓഫീസ് ഉണ്ടാവും. അതിന് ഇന്ത്യയിൽ തന്നെ ഓരോ ബാങ്കുകൾക്കും ഉണ്ടാവും. ഇതൊക്കെ ഇതിന്റെ ലെഡ്ജർ മെയിൻ്റെനിങ്ങും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നീക്കിക്കൊണ്ടാണ് ബാങ്കുകൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ ഒരു മേഖല ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ക്രോസ് ബോർഡർ പേയ്മെന്റ് എന്ന സംവിധാനം വന്നതോടുകൂടി ബാങ്കുകൾ ഇന്ന് അനായാസം അവരുടെ ഈ കറൻസി ട്രാൻസാക്ഷൻ ഈ ഒരു ക്രിപ്റ്റോയിലൂടെ നടത്താൻ വേണ്ടി തുടങ്ങി. അതിൽ ഉപയോഗിക്കുന്ന കോയിനാണ് FUSD.
അതായത് USDT തുല്യമായ വാല്യൂ ഉള്ള ഒരു കോയിൻ. അപ്പം ആ കോയിൻ ഫിൻപേ വഴി ഉപയോഗിക്കുന്നതിന്റെ മുഴുവൻ ദൃശ്യങ്ങളും നമുക്ക് അവിടെ കാണാൻ കഴിയും. നിങ്ങൾക്ക് സംശയം തോന്നുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ ഒരു ആ ബ്രൗസറിലേക്ക് പോവുക, എന്നിട്ട് ഫിൻപേ ഓപ്പൺ ചെയ്യുക. അവിടെ കാണുന്ന ബാങ്കുകളുടെ പേര് അവിടെ കാണാം. അവരുടെ SSFന്റെ സ്കാനിങ്ങിലേക്ക് പോയ സ്കാനിങ്ങിന്റെ വ്യൂവും അവിടെ കാണാം. അവരുടെ ഹാഷ് ID അവിടെ കാണാം. തുടങ്ങിയവ ട്രാൻസാക്ഷൻ നടത്തിയ അതിൽ SSFന് കിട്ടിയ കമ്മീഷനും അവിടെ കാണാം. SSFന്റെ ടോട്ടൽ ഒരു ദിവസത്തെ വരുമാനവും അതിന്റെ മുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ബാങ്കിന്റെ പേര് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ബാങ്കിന്റെ വിക്കിപീഡിയ കാണാൻ വേണ്ടി കഴിയും. അതിനകത്ത് ആ ബാങ്കിന്റെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി കഴിയും. ആ ബാങ്കിൽ എത്ര ലേബേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, എത്ര ഉദ്യോഗസ്ഥന്മാർ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ കഴിയും, എത്ര ബ്രാഞ്ചുകളുണ്ട് എന്ന് കാണാൻ കഴിയും, അതിന്റെ ടേൺ ഓവറുകൾ കാണാൻ കഴിയും, തുടങ്ങിയതെല്ലാം കാണാൻ വേണ്ടി കഴിയും. ഇത് തന്നെയാണ് കമ്മോഡിറ്റീസ് മേഖല, അതുപോലെ തന്നെ ട്രേഡിംഗ് മേഖലയിലും, അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ മേഖലയിലും ഒക്കെ. ഈ 4 മേഖലകളിൽ വലിയ എന്ന് പറഞ്ഞാൽ വ്യവസായ ലോകത്തിന്റെ ആധുനിക സാമ്പത്തിക മേഖലയിൽ ഇടപെടുന്ന വ്യവസായ ലോകത്തെ പ്രമുഖന്മാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഏകദേശം വലിയൊരു വിഭാഗത്തെ ഈ ഇക്കോളജിക്കൽ സിസ്റ്റം ആകർഷിച്ചു കഴിഞ്ഞു. ക്രോസ് ബോർഡർ പേയ്മെന്റ് സംവിധാനം ആകർഷിച്ചു കഴിഞ്ഞു. അവർ പേയ്മെന്റ് നടത്തുന്നു, അതിന്റെ വരുമാനം അവിടെ നടക്കുന്നു. ഈ വരുമാനം ഇതുപോലെ ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഫിൻസ്വാപ്പ് ആണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ എക്സ്ചേഞ്ചുകൾക്കും ഇപ്പം BSEക്ക് അവരുടെ BSE ചെയിനിൽ നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് ബിനാൻസ് ആണ്. ആ ബിനാൻസിന് BNB ചെയിൻ എന്ന് പറയുന്ന ഒരു ചെയിൻ ഉണ്ട്. ആ ചെയിനിൽ വർക്ക് ചെയ്യുന്ന ബ്ലോക്ക് ചെയിൻ ആണ്. അതിനകത്ത് ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അത് പാൻകേക്ക് സ്വാപ്പ് ആണ്. പാൻകേക്കിനകത്ത് കേക്ക് എന്ന് പറഞ്ഞൊരു കോയിൻ ഉണ്ട്, യൂട്ടിലിറ്റി കോയിൻ ഉണ്ട്. ഇനി എത്തേറിയതാണ് യൂണിസ്വാപ്പ്, അതുപോലെ തന്നെ ട്രോണിന്റെ സൺ സ്വാപ്പ് തുടങ്ങി സുഷി സ്വാപ്പ്, അങ്ങനെ കുറെ നമുക്ക് സെർച്ച് ചെയ്താൽ കാണാൻ വേണ്ടി കഴിയും. കുറെ സ്വാപ്പുകളുണ്ട്. ആ സ്വാപ്പുകൾക്കെല്ലാം ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഉണ്ട്, അതിനെല്ലാം ഒരു യൂട്ടിലിറ്റി ടോക്കൺ ഉണ്ട്. അങ്ങനെ ഇറങ്ങിയ ഒരു യൂട്ടിലിറ്റി ടോക്കൺ ആണ് യഥാർത്ഥത്തിൽ FSP എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം. അപ്പം ഇതിനകത്ത് പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇക്കോ സിസ്റ്റത്തിനകത്ത് എല്ലാ സിസ്റ്റവും ഇതിനകത്ത് പണം ഉണ്ടാക്കുന്ന, ലാഭം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്വാഗതം പറയുമ്പോൾ ഈ SSFന്റെ ഇക്കോളജിക്കൽ സിസ്റ്റത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് എന്ന് പറയാനുള്ള കാരണം. നമുക്ക് അങ്ങനെ ഈ ഒരു സിസ്റ്റത്തിനകത്ത് ഏതൊക്കെ കോയിനാണ് ഉള്ളത് നമുക്കിപ്പോൾ നോക്കാം. ഇപ്പൊ SSFന്റെ ഒരു കോയിൻ നമുക്ക് നമ്മുടെ ഈ ഒരു ബ്രൗസറിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സ്വാപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാൻ കഴിയും. അവിടെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് SSFും FUSD മാത്രമേ നമുക്ക് അവിടെ കാണാൻ കഴിയുള്ളൂ എന്ന നിലയിൽ. ഇനിയിപ്പം FSPയും കൂടെ ഈ സെപ്റ്റംബർ 30 ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ അത് പാൻകേക്ക് സ്വാപ്പിനകത്ത് അടക്കം FSP ഉണ്ടാവും, അതിൽ യാതൊരു തർക്കവും ഇല്ല. അതുപോലെ യൂണിസ്വാപ്പിനകത്തും FSP ഉണ്ടാവും. അപ്പം ഇങ്ങനെ സ്വാപ്പ് ചെയ്യും. നമ്മുടെ ഇതിനകത്തേക്ക് ഈ ഒരു FSP എന്ന് പറയുന്ന ടോക്കൺ, യൂട്ടിലിറ്റി ടോക്കൺ സ്വാപ്പ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു അവസ്ഥ വരാൻ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും FSPയും SSFും FUSDയും സ്വാപ്പ് ചെയ്ത് നമുക്ക് അത് FSP ആക്കി മാറ്റാനും ആ എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നത് USDT ആക്കി മാറ്റാനും കഴിയുന്ന അവസ്ഥ സംജാതമാകാൻ വേണ്ടി പോകുന്നു. അത് സെപ്റ്റംബർ 30 ലിസ്റ്റിങ്ങിന് ശേഷം നടക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പോഴ് 61 രൂപ 80 പൈസ ഒരു SSFന്റെ വിലയുണ്ട്. അതിനകത്ത് ബേണിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ FSPക്കകത്തും ബേണിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ബേണിംഗ് പ്രോസസ്സിലൂടെ നമുക്ക് നമ്മുടെ വില വർദ്ധിക്കുകയും ടോക്കന്റെ അളവ് കുറയുകയും ചെയ്യുന്നു. വാങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടുകയും ടോക്കന്റെ എണ്ണം കുറയുകയും ചെയ്താൽ ടോക്കന്റെ വില പിന്നീട് വീണ്ടും കയറിക്കൊണ്ടിരിക്കും. ഇത് ലിസ്റ്റ് ചെയ്യുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യം. ഇനി ഈ FSPയും SSFും FUSDയും നമ്മുടെ ഇക്കോളജിക്കൽ സിസ്റ്റത്തിലെ ഫിൻസ്വാപ്പിൽ വരാൻ വേണ്ടി പോകുന്നു എന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോഴ് FSP എന്ന് പറയുന്ന ഒരു കോയിൻ വന്നിരിക്കുന്നു. എന്താണ് FSP എന്ന് പറയുന്ന ഒരു കോയിൻ? ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ഈ പ്രോഗ്രാമിനകത്ത് പങ്കെടുത്തിട്ടുള്ള, ഇന്നലെ പങ്കെടുക്കാൻ കഴിയാത്തവരാണ് ഇന്ന് പങ്കെടുത്തിട്ടുള്ളതെന്ന് എനിക്കറിയാം. ഈ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളും ഒരു കാരണവശാലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമേ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോഗ്രാമിനകത്ത് പങ്കാളികളാവേണ്ടതുള്ളൂ. അത് ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു.
കാരണം കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ബ്ലേഡിൽ നിന്ന് എടുത്തിട്ടോ അല്ലെങ്കിൽ അരിമേടിക്കാൻ വെച്ച കാശോ എടുത്ത് ഈ ഒരു പ്രോഗ്രാമിനകത്തേക്ക് കൊണ്ടുവരണ്ട. ഈ പ്രോഗ്രാമിനകത്തേക്ക് വന്നു കഴിഞ്ഞാലുള്ള മെച്ചം എന്താണ് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പ്രധാനമായും പറയാൻ വേണ്ടി പോകുന്നത്. FSP എന്ന് പറയുന്നത് ഞാൻ ഒരു 5-6 മാസം മുമ്പേ FSPയുടെ ഈ ഹാക്കത്തോൺ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് 50 USDTയും 50 FUSDയും ചേർത്താണ് ഞാൻ അതിനകത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തത്. ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ലഭ്യമായത് എന്ന് പറയുന്നത് 75 FSP ടോക്കണാണ് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത്. കാരണം അതിന്റെ വാലറ്റിലേക്ക് വരില്ല, എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് അവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്, എന്റെ ആപ്ലിക്കേഷനിൽ കാണിക്കുന്നു. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്നത്തെ അതിന്റെ വില എന്ന് പറയുന്നത് 1 USDT ആയിരുന്നു വില. എന്ന് പറഞ്ഞാൽ 75 FSPക്ക് 75 വിലയുണ്ട്. ഇപ്പോഴ് അത് 5 USDTയിലേക്ക് എത്താൻ വേണ്ടി പോകുന്നു. 4.7 സംതിങ് ആണ് ഇപ്പോഴുള്ള വില. അത് ഓരോ ദിവസവും കൂടി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോ സ്വാഭാവികമായും 75 എന്നതിന്റെ 4 ഇരട്ടി വർധനവാണ്, 5 ഇരട്ടി വർധനവിലേക്കാണ് FSP കോയിൻ പോയത്. അത് ലിസ്റ്റ് ചെയ്യുന്നതിനുള്ള ഡേറ്റും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അത് എന്റെ ആസ്തി എന്ന് പറയുന്നത് ആ 75 എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ ടോക്കൺ എടുത്തു വെച്ചു. അതിപ്പം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആസ്തി വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ലിസ്റ്റ് ചെയ്യുമ്പോഴേക്ക് ഒരു 20-30 USDT ആയാൽ എന്റെ കയ്യിൽ 100 FSP ഉണ്ടെങ്കിൽ 30 ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായും 3 ലക്ഷം രൂപയാണ് അതിന്റെ വാല്യൂ. ആ 3 ലക്ഷം രൂപ എന്ന് പറയുന്നത് എനിക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വിഡ്രോ ചെയ്യാൻ വേണ്ടി കഴിയില്ല. അതിന്റെ വിഡ്രോവൽ എന്ന് പറയുന്നതിനെ കുറിച്ചും കൂടെ അറിയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് നിക്ഷേപിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയതിനു ശേഷം നിക്ഷേപിക്കാവൂ. അപ്പം ഇതിന് ലീനിയർ റിലീസ് എന്നാണ് പറയുന്നത്. അപ്പൊ ലീനിയർ റിലീസ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം. ലീനിയർ റിലീസിന്റെ പ്രത്യേകതയും ഞാൻ പറയാം. അത് നമുക്ക് 1 by 1 ആയി നമുക്ക് ലീനിയർ റിലീസ് നമുക്ക് കിട്ടും. 2 വർഷത്തിനുള്ളിൽ മാത്രമേ നമുക്ക് ഈ സംഖ്യ പൂർണ്ണമായും കിട്ടൂ. 2 വർഷത്തിനുള്ളിലേ കിട്ടൂ. 2 വർഷം കഴിഞ്ഞ് എന്നല്ല ഞാൻ പറഞ്ഞത്, 2 വർഷത്തിനുള്ളിൽ ലഭ്യമാകും. അതിൽ 2 പീരീഡ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമായും വരുന്നത് എന്ന് പറയുന്നത് ക്ലിഫ് പീരീഡ് ആണ്. ക്ലിഫ് പീരീഡ് എന്ന് പറയുന്നത് 180 ദിവസമാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് വെസ്റ്റ് പീരീഡ് ആണ്. വെസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് 2 വർഷമാണ്. അപ്പം ഈ 2 വർഷത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ പൂർണ്ണമായും ഇതിനകത്ത് നമുക്ക് ലഭ്യമായിട്ടുള്ള FSP പൂർണ്ണമായും വിഡ്രോ ചെയ്യാൻ വേണ്ടി കഴിയും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്നലെ മീറ്റിംഗ് എടുത്തപ്പോൾ ചില ആളുകൾക്ക് അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, നമുക്ക് ഇത് ഒരുപക്ഷെ ഈ സെപ്റ്റംബർ 30 കഴിയുന്നതോടുകൂടി ലീനിയർ റിലീസ് എന്ന നിലയിൽ ഭാഗികമായി ചെറിയ എമൗണ്ട് റിലീസ് നമുക്ക് കിട്ടും. ചെറിയ എമൗണ്ട് റിലീസ് കിട്ടുന്നതോടെ 4 ദിവസം കഴിയുമ്പോഴേക്ക് നമ്മൾ ആ തരുന്നതോടെ കൂട്ടിവെച്ച് നമ്മൾ അത് നേരെ എക്സ്ചേഞ്ചിൽ USDT ആക്കി മാറ്റിയാൽ SSFന്റെ FSPയുടെ വിലക്കനുസരിച്ച് നമ്മൾ മുടക്കിയ മുതലിനേക്കാൾ ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരും. അതുകൊണ്ട് ലീനിയർ റിലീസ് എന്ന് പറയുന്നത് ഭാഗികമായ റിലീസാണ്. അത് ആരംഭിക്കുന്നത് ഈ ഒരു 180 ദിവസത്തിനുള്ളിൽ ആരംഭിക്കുകയും അത് 2 വർഷം കൊണ്ട് പൂർത്തിയാകുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പമായി. കാരണം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, അത് എന്തിനാണ് അങ്ങനെ ഒരു ലീനിയർ റിലീസ് എന്നതിനെ സംബന്ധിച്ചിടത്തോളം കൂടെ ഞാൻ പറയാം. അതും കൂടെ പറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്താണ് ബെനിഫിറ്റ്സ് ഓഫ് ലീനിയർ റിലീസിൻ്റെത്. പ്രധാനമായും മാർക്കറ്റിന്റെ സ്റ്റെബിലിറ്റി നിലനിർത്തുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തത് പ്രൊജക്ടിന്റെ ഗ്രോത്തിനെ ഈ ഫണ്ടിങ് സഹായിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ആണ്. ഇൻവെസ്റ്റർക്ക് അവർ മുടക്കിയ മൂല്യം താഴോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു ഉറപ്പാണ് ഈ ഒരു പ്രൊജക്ട് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ലീനിയർ റിലീസ് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഇനി നമുക്ക് നോക്കാം, ഈ ഇക്കോസിസ്റ്റത്തിനകത്ത് നിന്ന് FSP ഈ ഹാക്കത്തോൺ പ്രോഗ്രാമിനകത്ത് നമ്മൾ 100 USDT മുടക്കുന്നു അല്ലെങ്കിൽ 100 FUSD മുടക്കി നമ്മൾ ഇതിനകത്തേക്ക് വരുന്ന ഒരാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആ ബെനിഫിറ്റ് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പേ ഈ ഒരു പ്രോഗ്രാം ഈ പറയുന്ന SSF ബ്ലോക്ക് ചെയിൻ മാത്രമാണോ ചെയ്തിട്ടുള്ളത്? അല്ല. ഈ ഒരു സ്ക്രീൻ അത് വ്യക്തമാക്കുന്നതാണ്. പ്രീ സെയിൽ എന്നാണ് ഇപ്പോഴും ഇതിന് പറയുന്ന പേര്, അല്ലെങ്കിൽ പ്രൈവറ്റ് സെയിൽ എന്നും ഇതിന് പറയുന്ന പേര് പറയും. അപ്പൊ പ്രീ സെയിൽ എന്ന് പറയുന്നത് എത്തേറിയം നടപ്പിലാക്കിയിട്ടുണ്ട്. എത്തേറിയം 2014 ജൂലൈയിൽ എത്തേറിയം ഈ പ്രീ സെയിൽ നടത്തുമ്പോൾ എത്രയായിരുന്നു വില എന്നറിയോ? 0.31 ഇപ്പോഴെത്രയാണ് എത്തേറിയത്തിന്റെ വില? നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ മതി. BNBയുടെ വില 0.15 ആയിരുന്നു.
0.15 USDT ആയിരുന്നു. ഇപ്പോഴെത്രയാണ് അതിന്റെ വില? 2017 അതുണ്ടായിരുന്നത്. അവാക്സിന്റെ എത്രയായിരുന്നു നമുക്ക് നോക്കാം. അതും 0.50 ആയിരുന്നു. സൊളാന എടുത്ത് 0.22 ആയിരുന്നു. പോക്ഡോട്ടിൻ്റെത് 0.29 ആയിരുന്നു. അതുകൊണ്ട് എത്രയും ഈ പറയുന്ന എല്ലാ പ്രമുഖ ചെയിനുകളും എന്ത് നടത്തിയിട്ടുണ്ട്? പ്രീസെയിൽ നടത്തിയിട്ടുണ്ട്. കാരണം പ്രീസെയിൽ എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം, ഓഹരി വിപണിയിൽ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, മുത്തൂറ്റിന്റെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ LICയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു എന്ന് പറയുമ്പം വളരെ പ്രീസെയിലാണ്. ശരിക്കും പറഞ്ഞാൽ അത് ആ ലിസ്റ്റ് ചെയ്യുന്ന അന്നും വാങ്ങാം, ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടും വാങ്ങാം. നമുക്ക് അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് കുറഞ്ഞ വിലക്ക് കിട്ടും. പിന്നീട് അതിന്റെ വില കയറി മാർക്കറ്റിനകത്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നതോടെ ഇറക്കങ്ങൾക്ക് വിധേയമായി അത് കാലയളവിനനുസരിച്ച് വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ SSFന്റെ ഇക്കോസിസ്റ്റത്തിനകത്ത് ഏറ്റവും വലിയ വർധനവ് ഉണ്ടാവാൻ പോകുന്ന ഡേറ്റ് പ്രഖ്യാപിച്ച ഒന്നാണ് SSFലെ ഇക്കോസിസ്റ്റത്തിലെ ഹാക്കത്തോൺ പ്രോഗ്രാം എന്ന് പറയുന്നത്, FSP ടോക്കൺ എന്ന് പറയുന്നത്. ഇപ്പോഴും അത് 5 USDT വിലയിലേക്ക് എത്താൻ വേണ്ടി പോകുന്നു. അത് 30ഓടുകൂടി അതെന്തായാലും ഈ സെപ്റ്റംബർ 30 ആവുമ്പോഴേക്ക് എന്തായാലും 10-15 USDT 20 USDTക്ക് മുകളിലേക്ക് വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇതിന്റെ ഗ്രോത്ത് വെച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം. അതുകൊണ്ട് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഹാക്കത്തോൺ പ്രോഗ്രാം എന്നുള്ളതും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. എന്താണ് ഹാക്കത്തോൺ പ്രോഗ്രാം? ഹാക്കത്തോൺ പ്രോഗ്രാം എന്ന് പറയുന്നത് ക്രിപ്റ്റോ ശാക്തീകരണത്തിന് വേണ്ടി വലിയ രീതിയിൽ സമാഹരിക്കപ്പെടുന്ന, മാർക്കറ്റ് ക്യാപ്പ് സമാഹരിക്കുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ ഹാക്കത്തോൺ പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുത്ത് നമുക്ക് ഈ FSP കിട്ടുമ്പോൾ നമ്മൾ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡറിൽ ഒരാളായി മാറുന്നു. അങ്ങനെ ഷെയർ ഹോൾഡറായി മാറുന്ന ഒരു പ്രോഗ്രാം ഏത് രീതിയിലാണ് ഇതിനകത്ത് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അവരുടെ ഒരു ടാർഗറ്റ് നമുക്ക് നോക്കാം. $5 ബില്യൺ 2023 കളക്ട് ചെയ്യണം എന്നവർ തീരുമാനിച്ചു. അത് അവർ കളക്ട് ചെയ്തു. 2024 $20 ബില്യൺ കളക്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചു. അതിനടുത്തേക്ക് എത്തി തുടങ്ങി. അത് മറ്റൊന്ന് $80 ബില്യൺ ആണ് 2025 ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് വരുന്നതോടുകൂടി മാർക്കറ്റ് ക്യാപ്പിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ഏതാണ് എന്ന് നോക്കിയാൽ SSF ചെയിനായി മാറും. അങ്ങനെ വരുമ്പോൾ നമ്മൾ 3-ാം സ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് പോവുകയാണ്. അപ്പം മാത്രമല്ല, അത് അങ്ങനെ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റില് നമുക്ക് ഇതിനകത്ത് പങ്കെടുത്താൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ പ്ലാറ്റ്ഫോം ഡിവിഡൻഡ് കിട്ടും. ഏത് പ്ലാറ്റ്ഫോമിന്റെ ഡിവിഡൻഡ് ആണ്? SSFന്റെ ഇക്കോസിസ്റ്റത്തിനകത്ത് വരുന്ന വരുമാനത്തിൽ ഒരു വരുമാനം നമുക്ക് ഡെയിലി കിട്ടും. അത് നമ്മൾ ഇന്ന് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ തന്നെ അത് റിലീസ് ചെയ്ത് തുടങ്ങും. ഹാക്കത്തോൺ പ്രോഗ്രാമിൽ പങ്കെടുത്ത പലരും ഈ മീറ്റിങ്ങിനകത്തുണ്ട്. പുതിയ ആളുകൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അത് SSCFലും FUSDയിലും നമുക്ക് നമ്മുടെ വാലറ്റിനകത്തേക്ക് എടുക്കാൻ വേണ്ടി പറ്റും. മൈനിങ്ങിൽ നിന്ന് എടുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഡിവിഡൻഡ് എന്ന നിലയിൽ എടുക്കുന്നവരുണ്ട്. ഹാക്കത്തോൺ പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്ക് നമുക്ക് ഡെയിലി SSFും FUSDയും നമുക്ക് FUSD സ്റ്റേബിൾ കോയിൻ എന്ന നിലയിൽ നിൽക്കുന്നു. SSF വളർച്ചയുള്ള കാലത്തോടൊപ്പം കാലയളവിനനുസരിച്ച് വളർന്നുകൊണ്ടേയിരിക്കുന്ന BTC പോലെ, എത്തേറിയം പോലെ, സൊളാന പോലെ, BNB പോലെ വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒന്നായി അതും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മറ്റൊന്ന്, നിങ്ങൾക്ക് വോട്ടിംഗ് പവർ ഉണ്ട്. അതായത് ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ എന്ന് പറയും. നമുക്കറിയാം, ഒരു സാധാരണ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിനകത്ത് അതിനൊരു CEO ഉണ്ടാവും. അദ്ദേഹം തീരുമാനിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ എങ്ങനെ മാറ്റണം, ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇന്ന രീതിയിലേക്ക് മാറ്റണം എന്ന് അവർ തീരുമാനിച്ചാൽ അത് അംഗീകരിക്കാൻ അതിന് അങ്ങായിട്ടുള്ള നമ്മൾ ബാധ്യസ്ഥരാണ്. എന്നാൽ ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമിനകത്ത് അങ്ങനെയല്ല. വോട്ടിംഗ് പവർ ഉണ്ട്. ഷെയർ ഹോൾഡർമാർക്ക് വോട്ടിംഗ് പവർ ഉണ്ട്. ആ വോട്ടിംഗ് പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രൊജക്ട് എങ്ങനെ പോകണം എന്നതിനെ സംബന്ധിച്ച് അജണ്ട നിശ്ചയിക്കുകയും ആ അജണ്ടയുടെ മേലെ വോട്ട് ചെയ്യാനും ഉള്ള ഒരവസ്ഥ ഉണ്ടാവും. ഇനി ഈ ഒരു പ്രോഗ്രാമിനകത്ത് അറിയാത്ത ആളുകൾക്കാണെങ്കിൽ നമ്മുടെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിനെ എടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അതിനകത്ത് എന്താണ് സഹകരണ മേഖലയിൽ നടക്കുന്നത്? അതിനകത്ത് ഒരു വാർഷിക ജനറൽ ബോഡി ഉണ്ടാവും. അതിനകത്ത് അമെന്റ്മെന്റ് കൊണ്ടുവരാൻ കഴിയും, അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും, അതിനകത്ത് വോട്ടിംഗ് നടത്താൻ കഴിയും, ഭാരവാഹികളെ മാറ്റാൻ വേണ്ടി കഴിയും. ഇതൊക്കെ തന്നെ നടക്കുന്ന
ഒരു മേഖലയാണ് ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അത് NFT മേഖലയിലും ഗെയിമിംഗ് മേഖലയിലും അതുപോലെ തന്നെ ക്രിപ്റ്റോ മേഖലയിലും ക്രിപ്റ്റോ ഫൈനാൻസിലും ഒക്കെ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പം ഈ സിസ്റ്റത്തിനകത്ത് അഭിപ്രായം പറയാനും വോട്ട് രേഖപ്പെടുത്താനും നമുക്ക് കഴിയും. ഈ സ്ക്രീൻ നമുക്കത് കാണാൻ വേണ്ടി കഴിയും. അപ്പൊ അതാണ് FSP പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന പ്ലാറ്റ്ഫോം ഡിവിഡൻഡ് കിട്ടുന്നു. അത് എത്ര കാലം നമ്മൾ ഹോൾഡ് ചെയ്യുന്നുവോ അത്രയും കാലം നമുക്ക് പ്ലാറ്റ്ഫോം ഡിവിഡൻഡ് കിട്ടുന്നു. വർദ്ധിച്ചു വരുന്ന ഈ കാലത്തോടൊപ്പം കാലയളവിനോടൊപ്പം വർദ്ധിക്കുന്ന ടോക്കണിന്റെ മൂല്യം വർദ്ധിക്കുന്ന ചില ടോക്കണുകളാണ് SSCF-ഉം FSP-യും അതുപോലെയുള്ള ടോക്കണുകൾ, അതുപോലെ BNB, BTC, അതുപോലെ ഈതർ തുടങ്ങിയ ടോക്കണുകൾ. അപ്പം ആ നിലയിൽ വർദ്ധിച്ചു വരുന്നു. മറ്റൊന്ന് ഗവേണൻസ് ആണ്. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ബിജു രവീന്ദ്രൻ ബൈജൂസ് ആപ്പിന്റെ ആരെങ്കിലും ആണോ? അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഓഹരികൾ മുഴുവൻ മറ്റുള്ളവരുടെ കയ്യിലേക്ക് എത്തി അവരാണ് ഇപ്പം ബൈജൂസ് ആപ്പിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അതുപോലെ നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ FSP ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഏത് ഡയറക്ടർ ബോർഡ് മെമ്പർ വരെ ആവാൻ വേണ്ടി കഴിയും. നമ്മുടെ കൂടുതലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് CEO-വും ആവാൻ കഴിയും. പക്ഷേ ഈ സിസ്റ്റം പ്രകാരം മാത്രമേ അതിനകത്ത് ഭരണ നിർവഹണം നടത്താൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി അതിനകത്ത് പങ്കെടുത്താനുള്ള മറ്റൊരു നേട്ടം എന്താണ്? മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് ഹാക്കത്തോൺ ഫണ്ടിനകത്തുള്ള $10 ബില്യൺ പിന്നെ പ്രോഗ്രാമിനകത്ത് 50% എയർ ഡ്രോപ്പിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് എയർ ഡ്രോപ്പ് കൊടുക്കുക? ഇപ്പോഴ് നമ്മുടെ പിന്നെ ഗ്ലോബൽ അക്കാഡമിയുടെ നേതൃത്വത്തിൽ SSCF-ന്റെ ആഴ്ചയിൽ മീറ്റിംഗ് ഉണ്ട്. അതിനകത്ത് പ്രധാനമായി പഠിക്കണമെന്ന് താല്പര്യമുള്ള എല്ലാ ആളുകളും ആ മീറ്റിങ്ങിനകത്തേക്ക് കയറാറുമുണ്ട്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കമ്മ്യൂണിറ്റിയെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രോഗ്രാം ഏറ്റവും നൂതനമായ ഒരു പ്രോഗ്രാം വരുന്നു. ഈ 8 ഇക്കോസിസ്റ്റത്തിൽ നിന്നും പണം ഉണ്ടാക്കുന്നു. 8 ഇക്കോസിസ്റ്റത്തിനകത്തേക്കും ഇതിനകത്തുള്ള ഓരോ അക്കൗണ്ടുകളും കയറി ഇറങ്ങി മുമ്പോട്ട് പോകുമ്പോൾ വലിയ കാശ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഇക്കോസിസ്റ്റത്തിനകത്ത് നമുക്ക് 50% ഡൊണേഷൻ നമുക്ക് ഡൊണേഷൻ ചെയ്യുന്നവർക്ക് എയർ ഡ്രോപ്പ് ആയി കിട്ടുന്നു. ആ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നവർക്കും അതിൽ റാങ്ക് അച്ചീവ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ എത്ര കണ്ട് FSP കയ്യിൽ വെക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയും ഒരു അക്കൗണ്ടിന്റെ ചലനാത്മകതയെ അടിസ്ഥാനപ്പെടുത്തിയും എയർ ഡ്രോപ്പ് വിതരണം ചെയ്യും ഈ സെപ്റ്റംബർ 30-ന് ശേഷം. അതും SSCF-ലും അതുപോലെ തന്നെ FSP-യിലും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങൾ ആ നിലയിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നു. ഇനി ഇതിനകത്ത് പങ്കെടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്ന ബെനിഫിറ്റ്? ഒന്ന്, നമ്മുടെ ആസ്തി വർധനവ് ഉണ്ടാവുന്നു. കാരണം FSP എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഞാൻ 75 FSP എനിക്ക് കിട്ടിയത് $1 വിലയുള്ള സമയത്താണ്. ഇപ്പോഴതിന്റെ വില 5-ലേക്ക് എത്തുന്നു. അത് 10-ലേക്കോ 30-ലേക്കോ ഈ 30-ന് ലിസ്റ്റിംഗ് ഡേറ്റ് അടക്കം പ്രഖ്യാപിച്ച അവസ്ഥയിൽ എത്തുമ്പോൾ എനിക്കുണ്ടാവുന്ന ബെനിഫിറ്റിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഞാൻ ബോധവാനാണ്. അത് ഒരു ബെനിഫിറ്റ്. എൻ്റെ ആസ്തി വർധനവ് കൂടുതൽ ആസ്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തിന്റെ വില വർധനവ് എങ്ങനെയാണോ ഉണ്ടായത്, സ്വർണത്തിന്റെ വില വർധനവ് എങ്ങനെയാണോ ഉണ്ടായത്, അതുപോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ സ്ഥലം വാങ്ങിയാലും ആ സ്ഥലം കുറെ കഴിയുമ്പോഴേക്ക് വലിയ വാല്യൂ, താരിഫ് വില വർദ്ധിക്കും, മാർക്കറ്റ് വില വർദ്ധിക്കും, അങ്ങനെ വലിയ നിലയിലേക്ക് പോകും. അതേപോലെ തന്നെ നമുക്കറിയാം, എറണാകുളം ടൗണിലാണ് നമ്മൾ വാങ്ങുന്നതെങ്കിലും അതിനേക്കാൾ വലിയതായിരിക്കും, അല്ലേ? അപ്പം എല്ലാ പ്രൊജക്ടുകൾക്കകത്തും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രൊജക്ട് ഏതാണ്? 3-ാം സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന ഒരു പ്രൊജക്ടിന്റെ പ്രീസെയിൽ നടക്കുന്ന സമയത്ത് നമ്മൾ FSP എടുത്തിട്ട് കഴിഞ്ഞാൽ അതിൽ ആസ്തി വർധനവ് ഉണ്ടാവുന്നു. രണ്ടാമത്തെ കാര്യം, അതിൽ ഡിവിഡൻഡ് ഈ ഇക്കോസിസ്റ്റത്തിൽ നിന്നെല്ലാം വരുന്ന വരുമാനം ഡിവിഡൻഡായി നമുക്ക് കിട്ടുന്നു. അത് SSCF-ലും FUSD-യിലും കിട്ടുന്നു. ചെയ്യുന്നവർക്ക്, ഇനി വർക്ക് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആസ്തി വർധനവ് ഉണ്ടാവുന്നു. ഈ ആസ്തി വർധനവ് എന്ന് പറയുന്നത് ലീനിയർ റിലീസിലൂടെ നമുക്ക് 2 വർഷത്തിനുള്ളിൽ 180 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇത് ഭാഗികമായി വിഡ്രോ ചെയ്തെടുക്കാനും, ആ വിഡ്രോ ചെയ്തെടുക്കുന്ന തുക എന്ന് പറയുന്നത് വർധനവുള്ള ഒരു തുകയുടെ ഭാഗികമായ റിലീസാണ്. അതായത് SSCF-ന് ഇപ്പോഴ് വില എന്ന് പറയുന്നത് $5 ആണെങ്കിൽ അത് ലിസ്റ്റ് ചെയ്തതോടുകൂടി 10-30 ആവുന്നു. അതിന്റെ റിലീസ് വരുമ്പോഴേക്ക് അത് 100 ആവുന്നു, 200 ആവുന്നു. അങ്ങനെ വരുമ്പം റിലീസ് ചെയ്യുന്ന നമ്മൾ മൈനിങ്ങിൽ നിന്ന് വരുന്ന എമൗണ്ട് ചെറുത് എന്ന് പറയുന്നത് പോലെ ആ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് വലിയ സംഖ്യയായി മാറും. ഇപ്പൊ നമുക്കറിയാം, BTC കയ്യിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു BTC എന്ന് പറയുന്നതിന് പല വാല്യൂ ആവാം. 52 ലക്ഷം രൂപയും വാല്യൂ ഉള്ള സമയം ഉണ്ടായിരുന്നു, 25 ലക്ഷം രൂപ വിലയുള്ള സമയം ഉണ്ടായിരുന്നു, 18 ലക്ഷം വിലയുള്ള സമയം ഉണ്ടായിരുന്നു. BTC-യുടെ എണ്ണം ഒന്ന് തന്നെയാണ്.
വാല്യൂ ആണ് വർദ്ധിക്കുന്നത്. ആ രീതിയിൽ വർദ്ധിച്ചു പോകുന്ന ഒരു കോയിൻ നമ്മൾ അല്ലെങ്കിൽ ഒരു ടോക്കൺ നമ്മൾ കൈവശം വെക്കണോ വെക്കണ്ടയോ, അങ്ങനെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടം ഒന്ന് ആസ്തി വർധനവ്, രണ്ടാമത്തത് നമുക്ക് FUSDയും SSCFും നമുക്ക് കിട്ടുന്നു. ഡിവിഡൻഡ് ആയിട്ട് കമ്പനിയുടെ ഈ ഇക്കോസിസ്റ്റത്തിനുള്ള ലാഭവിഹിതം കിട്ടുന്നു. അത് നമ്മൾ ഈ നമ്മുടെ ഇതിന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള FSP വിഡ്രോ ചെയ്യുന്നത് വരെ, പൂർണ്ണമായി വിഡ്രോ ചെയ്യുന്നത് വരെ അത് നമുക്ക് ലഭ്യമായിക്കൊണ്ടേയിരിക്കും. അതിന് പുറമെ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് USDT നമുക്ക് കിട്ടുന്നു. ഇനി USDTയും FUSDയും ചേർത്താണ് നമ്മൾ ഈ ഒരു FSP പ്രോഗ്രാമിനകത്തേക്ക് പങ്കെടുക്കുന്നതെങ്കിൽ നമുക്ക് FUSDയും അതേപോലെ കമ്മീഷൻ വ്യവസ്ഥയിൽ നമുക്ക് കിട്ടുന്നു. ഇതാണ് നമ്മുടെ പ്രാഥമികമായി ആദ്യമുള്ള ഒരു കാര്യം. അത് നമുക്ക് വർധനവുള്ള ഒരു കോയിൻ ലിസ്റ്റിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ച് ഒരു ടോക്കൺ ആണ് നമുക്ക് തരുന്നത്. ലിസ്റ്റിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ച്, ദിവസം പ്രഖ്യാപിച്ച്, സമയവും പ്രഖ്യാപിച്ച്, എക്സ്ചേഞ്ചുകളും ഏറെ താമസിയാതെ പ്രഖ്യാപിക്കപ്പെടും. എന്തായാലും പാൻകേക്ക് സ്വാപ്പിനകത്തുണ്ട്, അതുപോലെ തന്നെ യൂണിസ്വാപ്പിനകത്തും ഇത് ഉണ്ടാവും എന്നുള്ള കാര്യം 100% ഉറപ്പായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ചെയ്യേണ്ടവർ ചെയ്യുക. കാരണം ക്രിപ്റ്റോ മേഖല, ഓഹരി വിപണി എന്നൊക്കെ പറയുന്ന റിസ്ക് ഉള്ള ഒരു മേഖലയാണ്. ആ റിസ്ക് എടുത്തവരാണ് സമ്പന്നന്മാരെ. വാറൻ ബഫറ്റ് പറഞ്ഞ ഒരു മഹത്തായ വാചകം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, ഈ ഒരു ഓഹരി വിപണിയിൽ നമ്മൾ കാശ് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വരുമാനം ഡെയിലി എടുത്തുകൊണ്ട് കഞ്ഞി കുടിക്കാം അല്ലെങ്കിൽ വീട് പണിയാം എന്ന് ആരും ചിന്തിക്കാറില്ല. ഒന്നുകിൽ മറക്കുക അല്ലെങ്കിൽ മരിക്കുക. അപ്പോഴാണ് അവർ സമ്പന്നനാവുന്നത്. സമ്പന്നനായവരെ അതിനകത്ത് നിക്ഷേപിക്കുന്നു. നിക്ഷേപം കഴിഞ്ഞതിന് ശേഷം അത് വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. നമുക്കറിയാം, സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇൻഫോസിസിന്റെ ഓഹരി 1991 10,000 രൂപ കൊടുത്തുകൊണ്ട് നമുക്ക് 100 ഓഹരി വാങ്ങാൻ കഴിയും, ടാക്സും എല്ലാം. പക്ഷെ ഇത് 2013-15 കൂടി അതിന്റെ വില എന്ന് പറഞ്ഞാൽ 3.5 കോടി രൂപയാണ് 100 ഓഹരി വെക്കുന്നവർക്ക് കിട്ടിയത്. അത് പത്രങ്ങളിലെല്ലാം വലിയ വാർത്തയാകുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമുക്ക് ബിറ്റ്കോയിൻ ഇനിയും മുകളിലേക്ക് പോകും, 1 കോടി ആവും എന്നൊക്കെ പറയുന്നത്. നമ്മൾ 52 ലക്ഷം വന്നിരുന്നു, നമ്മൾ എടുത്തില്ല. എന്നിട്ട് നമ്മൾ പറയാണ് നമുക്ക് 1 കോടി വരും എന്ന് നമ്മൾ പറയുന്നു. എന്നിട്ട് നമുക്ക് എടുക്കാൻ പേടിയാ. നമ്മൾ 52 ലക്ഷം കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സാവകാശവും നമുക്കില്ല. നമുക്ക് അത്ര അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോഴും താഴോട്ട് പോയി കഴിയുമ്പോൾ ഉടനെ വലിയ ടെൻഷനിലേക്ക് വരികയും നമ്മൾ നേരെ പോയി അത് വിഡ്രോ ചെയ്യുകയും ചെയ്യും. 12 ലക്ഷം രൂപ ഒന്ന് വിഡ്രോ ചെയ്തിട്ട് എൻ്റെ അമ്മോ ഞാൻ എൻ്റെ തടി ഊരിയെടുത്തു എന്ന് പറയും. അത് കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോഴേക്ക് പറയാം അത് 75 ലക്ഷത്തിലേക്ക് എത്തിയെന്ന്. അപ്പോഴേ തലക്ക് കൈ കൊടുത്തുകൊണ്ട് നമ്മൾ നിലവിളിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. ഈ ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ഇപ്പം ഫിൻസ്വാപ്പിനെ കുറിച്ചിട്ടും ഫിൻപേനെ കുറിച്ചിട്ടും ഒക്കെ ഞാൻ പറഞ്ഞു. നമ്മുടെ ഇക്കോസിസ്റ്റത്തിനകത്തല്ല, ഫിൻപേയിലൊക്കെ ഇനി വരാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും ഈ പറയുന്ന 4 മേഖലകളിലാണെങ്കിൽ ഇനി ഷോപ്പിംഗ് മാളുകളിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ സിനിമാ കൊട്ടകളിലും ഒക്കെ തന്നെ നമുക്ക് ഫിൻപേ വഴി നമുക്ക് ഫിയറ്റ് കോയിൻ നമുക്ക് മാറ്റാനും പേ ചെയ്യാനും കഴിയുന്ന സംവിധാനം വരുന്നു. അതുകൊണ്ട് ജനങ്ങളിലേക്ക് അത് എത്താൻ വേണ്ടി പോകുന്നു. മറ്റൊന്നും ആലോചിക്കണ്ട, 25 പൈസ അതിന് കമ്മീഷനായിട്ട് അവർ ഈടാക്കുന്നുവെങ്കിൽ എത്ര കാശായിരിക്കും ഈ ഒരു സിസ്റ്റത്തിലൂടെ കോടാനുകോടി അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് അത് ജനങ്ങളുടെ ട്രാൻസാക്ഷൻ നടന്നു. ഇപ്പൊ ഗൂഗിൾ പേ എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരു 4 വർഷം മുമ്പ് നമുക്ക് ആലോചിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോഴ് എന്തിനാണ് മിഠായി വാങ്ങിയതിന്റെ കാശ് പോലും നമ്മൾ ഗൂഗിൾ പേ വഴിയാണ് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. നമ്മളെ തന്നെ അത് ചേഞ്ച് ചെയ്ത് ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവഹാര പ്രക്രിയയിൽ എങ്ങനെ ഇടപെടണം എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ക്രിപ്റ്റോ പ്രൊജക്ടിന്റെ, പ്രത്യേകിച്ച് SSF ഇക്കോളജിക്കൽ സിസ്റ്റത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ FSP ഈ ഹാക്കത്തോൺ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. അവർക്ക് ഇത് ബോധ്യമുണ്ടെങ്കിൽ മാത്രം അവർ ചെയ്താൽ മതി. ഒരു കാരണവശാലും അഫോർഡബിൾ അല്ലാത്ത കാശിടുകയും, എന്താണ് ഈ പ്രൊജക്ടിന്റെ അകത്ത് നിക്ഷേപിക്കേണ്ട റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരെ കാശുണ്ടാക്കിയിട്ടുള്ളൂ.
കാരണം നമുക്ക് ഇതിനകത്ത് മുടക്കി, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇതിനകത്ത് മുടക്കിയിട്ടുള്ള മൈനിങ്ങിലേക്ക് പോയ ആളുകളൊക്കെ ഈ 2024 കഴിയുമ്പോഴേക്ക് സമ്പന്നന്മാരും കോടീശ്വരന്മാരുമായി മാറാൻ വേണ്ടി പോകുന്ന ഒരു ഉജ്ജ്വലമായ പ്രോജക്റ്റും സംവിധാനവുമാണ്. അത് ഞാൻ പറയേണ്ട, നിങ്ങളുടെ ഹോം പേജ് എടുക്കുക. ഹോം പേജിൽ എടുത്തുകൊണ്ട് അതിന്റെ ഓരോ പ്ലാനിങ്ങുകളും ഓരോ കാര്യങ്ങളും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അല്ലെ ബാഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവിധാനമുണ്ട്, അല്ലെങ്കിൽ ചാറ്റ് GPT ചോദിക്കുക. അതിനകത്ത് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ആൻസർ നമുക്ക് കിട്ടും. എന്താണ് ഇതിന്റെ വലുപ്പം, എന്താണ് ഇതെന്താണ് പ്രൊജക്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ എല്ലാവരോടുമായുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഇനി ലീഡർമാർ വന്ന് റോങ് ഇൻഫർമേഷൻ പറഞ്ഞ് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തി കാശിടുകയും ഇതിന് സെപ്റ്റംബർ 30 കഴിഞ്ഞ ഉടനെ തന്നെ എന്റെ 10,000 രൂപ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വരികയും ചെയ്യേണ്ട. 2 വർഷത്തിനുള്ളിൽ മാത്രമാണ് ലീനിയർ റിലീസ് എന്ന നിലയിൽ ഇതിന്റെ പ്രക്രിയ പൂർത്തിയാവാൻ കഴിയുന്നത്. ആ 2 വർഷത്തിനുള്ളിൽ ഇതിന്റെ ലീനിയർ റിലീസ് പ്രഖ്യാപിക്കുന്നത് 5 ലക്ഷം രൂപയിൽ മേലേക്ക് എന്തായാലും 10,000 രൂപ ഈ ഒരു സിസ്റ്റത്തിനകത്ത് ഇട്ടവർക്ക് കഴിയും. കാരണം അത് തെളിയിക്കുന്നത് ഈ ഒരു കാര്യമാണ്. ഈ ഒരു സ്ക്രീൻ അത് തെളിയിക്കുന്നുണ്ട്. കാരണം പ്രീസെയിൽ എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ ഇപ്പോഴത് വാങ്ങുന്നത്, ഏറ്റവും വില കുറഞ്ഞ സമയത്ത്. കാരണം മാർക്കറ്റിൽ വരുന്നതിന് മുമ്പേ നമ്മൾ വാങ്ങുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഒരു എത്തേറിയവും ഈതറും അതുപോലെ തന്നെ BNBയും അവാക്സും സൊളാനയും പൊഗ്ഡാട്ടും ഒക്കെ തന്നെ തെളിയിക്കുന്ന ഈ സ്ക്രീൻ അതാണ്. ആ ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒന്നാണ്. അതിനേക്കാൾ വലിയ, അവർക്കൊന്നുമില്ലാത്ത പ്രത്യേകതകളുള്ള ഒരു വലിയ പ്രൊജക്റ്റാണ് ഈ പ്രൊജക്റ്റ്. അവർക്കൊന്നുമില്ലാത്ത പ്രത്യേകതകളുള്ള ഒരു വലിയ ടെക്നോളജിയാണ് ഈ ടെക്നോളജി. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇതിനകത്ത് വരുന്ന വരുമാനം എന്ന് പറയുന്നത് $1 ബില്യൺ വരുമാനമാണ്. ഈ 8 ഇക്കോസിസ്റ്റത്തിലൂടെയും ബില്യണുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് നമ്മുടെ ഹോം പേജിൽ പോയാൽ അതിനകത്തെ ഒരു സ്ക്രീൻ എടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഡുവൽ ചെയിൻ സംവിധാനമാണ്, ആറ്റോമിക് സ്വാപ്പാണ്, ഏറ്റവും വലിയ സ്കാലബിലിറ്റി ഉണ്ട്, സെക്യൂരിറ്റി സിസ്റ്റം ഏറ്റവും സൂപ്പർ മോസ്റ്റ് ആണ്. ഇതൊക്കെ ചേർന്നുകൊണ്ടാണ് വ്യവസായ ലോകം അല്ലെങ്കിൽ സാമ്പത്തിക ലോകത്ത് ഇടപെടുന്ന വ്യവസായ ലോകം ഇതിനെ സ്വാഗതം ചെയ്യുന്നത്. അതിനുള്ള തെളിവ് ഫിൻപേയിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ലിസ്റ്റിംഗിന് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിനകത്തേക്ക് ഇത് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ് എന്ന് ഞാൻ പറയുന്നു. ആരെയും കമ്പൽ ചെയ്യുന്നില്ല ഇതിനകത്തേക്ക് പണം നിക്ഷേപിക്കാൻ. സൗകര്യമുള്ളവര് ചെയ്യേണ്ടവർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം.